ഹലോ മക്കളെ, കീം എക്സാം ഏപ്രിലാണ്. ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇതുവരെ കീം എക്സാമിന് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ നല്ല റാങ്ക് കിട്ടുമോ? ഇതുവരെ കോച്ചിങ് ഒന്നും പോയിട്ടില്ല. ഇനി ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്താൽ നല്ല റാങ്ക് കിട്ടുമോ? അങ്ങനെ ചോദിച്ച് കുറേയധികം മെസ്സേജ് വരുന്നുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര കാലം മുന്നേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെന്നല്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഇപ്പൊ വേണം എന്ന് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇനി പഠിച്ചു തുടങ്ങിയാലും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഒന്നുമില്ല, പെട്ടെന്ന് എക്സാം വരുവാണ്. ഏപ്രിലിൽ തന്നെ ഒരു 20-ാം തീയതിക്കൊക്കെ ശേഷം നമുക്ക് എക്സാം വരികയാണ്. അപ്പോൾ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ജനുവരിയിൽ തന്നെ, അതായത് ഇപ്പൊ നമ്മൾ ഡിസംബറിൽ നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് കിട്ടുന്ന ഒരു സമയം മുതൽക്ക് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഇനി വെക്കേഷൻ നിങ്ങൾക്ക് ആഘോഷിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ജനുവരിയിൽ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചാലും ഓക്കെയാണ്. പക്ഷെ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത. കാരണം ബോർഡ് എക്സാം വരുന്നുണ്ട്, ഒപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വരും, മോഡൽ എക്സാം വരും. ഇതിന്റെയൊക്കെ ഒപ്പം എങ്ങനെയാണ് കീം എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം വേണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയം നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അധികം ഒന്നും വേണ്ട, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കീം എക്സാമിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക. അത് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. അങ്ങനെ നമ്മൾ മാറ്റിവെച്ച് ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് നമ്മുടെ +2 വരുന്ന ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കീം പ്രിപ്പറേഷൻ ആണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, തിയറി പാർട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു +2 ടോപ്പിക്സിൽ നിങ്ങൾ കീം എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു എക്സ്ട്രാ ബേർഡൻ ഒന്നും ആവില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് +1 വരുന്ന യൂണിറ്റ്സ് തുടങ്ങിയാലും അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ കീം എക്സാമിനുള്ള പ്രിപ്പറേഷൻ? നമ്മൾ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനും കീം എക്സാമിന്റെ പ്രിപ്പറേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ബോർഡ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡെറിവേഷൻസും എല്ലാ ഇക്വേഷൻസും എല്ലാ സ്റ്റെപ്സും ഒക്കെ എഴുതി വേണം ചെയ്യാം. പക്ഷേ കീം എക്സാമിന് കുറെ അധികം ഷോർട്ട് കട്ട്സ് നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ ഈസി ആയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ക്രിസ്പ് ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം, ഫാസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ എങ്ങനെ ആൻസർ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കീം എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ദിവസം നമുക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആവുന്നത് ആ രീതിയിൽ നമ്മൾ ഒരു ടൈം ടേബിള് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണ്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എടുക്കാം. ദെൻ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എഗെയിൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് എടുക്കുക. ഓരോ ടോപ്പിക്സ് ആയിട്ട് അങ്ങ് എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്താണ്, കുറെ അധികം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുമ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, നമ്മളത് ആൻസർ ചെയ്യാൻ നോക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്കും ഒരു മടുപ്പ് തോന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്രയൊക്കെ കുറെ തിയറി പഠിച്ചിട്ട് പോയാലും ഇങ്ങനത്തെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമിന് നമ്മൾ ആ ഒരു ചോദ്യം എങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തണം എന്നുള്ള ആ ഒരു വേ നമ്മുടെ ഉള്ളിലേക്ക് വരണം. കുറെ തിയറി മാത്രം പഠിച്ചിട്ട് പോകുന്നവർക്ക് അത് കിട്ടില്ല. പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ MCQs ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി 1 അവർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ലാബ് എക്സാം വന്നാലും ശരി, മോഡൽ എക്സാം വന്നാലും, ബോർഡ് എക്സാം വന്നാലും, വേറെ എന്ത് വന്നാലും ഈ 1 മണിക്കൂർ ഞാൻ കീം എക്സാമിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ള ആ ഒരു പ്ലഡ്ജ് പോലെ തന്നെ നമ്മൾ അങ്ങ് എടുക്കാം. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. ഇനി ആരാണ് നിങ്ങളെ ഇതിന് സഹായിക്കുക? ഇപ്പം ലേണിനോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം 2025 ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെക്ചേഴ്സ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻസ് ആണ്, MCQs ഉണ്ട്, നോട്ട്സ് ഉണ്ട്, MCQയുടെ PDF ഉണ്ട്, ടെസ്റ്റ് സീരീസുകൾ, നമ്മൾ ഓരോ യൂണിറ്റിന്റെ നമ്മൾ ടെസ്റ്റ് സീരീസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാരത്തോൺ MCQs എന്ന് പറഞ്ഞിട്ട് ഓരോ യൂണിറ്റിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മാരത്തോൺ MCQs ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്. ഇത്രയും മെറ്റീരിയൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫുൾ ക്രാഷ് കോഴ്സ് ആവശ്യമില്ല എന്ന് വിചാരിക്കാം.
ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം, ഇപ്പൊ ഫിസിക്സ് മാത്രമാണ് ഇഷ്യൂ, അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമാണ് ഇഷ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റിൽ മാത്രം നിങ്ങൾക്ക് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സും ലേണിനോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കീമിന്റെ ഫിസിക്സ് മാത്രം, കെമിസ്ട്രി മാത്രം, മാത്സ് മാത്രമായിട്ട് സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഫുൾ കോഴ്സ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് MCQസും ടെസ്റ്റ് സീരീസും മാത്രം മതിയോ, അത് മാത്രമായിട്ടും നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ഇനി ടെസ്റ്റ് സീരീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് മാത്രം, അതായത് നിങ്ങൾക്ക് അറിയാം ഈ വർഷം ഓൺലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത് അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്രയും അധികം ഓപ്ഷൻസ് ആണ് ലേണിംഗ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് മാത്രമല്ല, ഇത്രയധികം വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഇപ്പൊ നമ്മൾ ഏറ്റവും ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ ഇപ്പോൾ ഡിസംബർ ആണ്, ക്രിസ്മസിന്റെ ഓഫറും കൂടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് ജോയിൻ ചെയ്യാം. അത് കൂടാതെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസ് മോഡിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ കീം എക്സാം എഴുതി റിസൾട്ട് വന്ന അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്താലും ലേണിനോ നിങ്ങളെ കൈവിടുന്നില്ല. നമ്മൾ ലേണിനോ ബിടെക് സ്റ്റുഡൻസിനുള്ള അസിസ്റ്റൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. സോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ലൈഫ് ത്രൂ ഔട്ട് നമ്മൾ ലേണിനോ നിങ്ങളോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ബിടെക് കഴിഞ്ഞും നിങ്ങൾക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ടെക്നിക്കൽ എക്സാമിന്റെ ചാനലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് സ്റ്റുഡൻസ് ആൻഡ് ഗ്രാജുവേറ്റ്സിനുള്ള കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആണ് ലേണിനോ. സോ അതുകൊണ്ട് ലേണിനോയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ലേണിനോ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഓക്കെ, സോ ഇനിയും അധികം വൈകിക്കേണ്ട, ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക. താങ്ക്